വീട്ടിനകത്ത് ചെടികൾ വളർത്തുന്നത് മനസ്സിന് വളരെ ശാന്തത നൽകുന്നു. ഇത്തരത്തിൽ മഞ്ഞയും പച്ചയും കലർന്ന ഇലകളോടുകൂടിയുള്ള ഒരു ചെടിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവരെയും യു പ്ലാന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിചയപ്പെടുത്തുന്ന ചെടിയിലേക്ക് വരാം. ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈം എന്ന ചെടിയെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ഈ ചെടിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരേസിയ കുടുംബത്തിൽപ്പെട്ടതാണ് ഈ ചെടി. ഫിലോഡെൻഡ്രോൺ ഹെഡേറേസിയം എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. വായുവിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നതുകൊണ്ട് ഇത് നല്ല ഒരു ഇൻഡോർ എയർ പ്യൂരിഫയർ ചെടിയായി അറിയപ്പെടുന്നു. വള്ളിയായി വളരുന്ന ചെടിയാണെങ്കിൽ കൂടി കട്ട് ചെയ്ത് നൽകുകയാണെങ്കിൽ ബുഷ് രൂപത്തിലും വളർത്താവുന്ന ഒരു ചെടിയാണിത്. കുറഞ്ഞ പരിചരണവും ദീർഘായുസ്സുള്ള ഒരു ചെടി കൂടിയാണിത്. എങ്ങനെയാണ് ഇതിൻ്റെ വെളിച്ചം ക്രമീകരിക്കുക എന്ന് നമുക്ക് നോക്കാം. നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ചെടിയാണിത്. മിതമായിട്ടുള്ള വെളിച്ചം മാത്രം മതിയാകും. നേരിട്ട് പ്രകാശം അടിക്കുകയാണെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ തണലുള്ള പ്രദേശങ്ങളിൽ ഇത് നടുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് തരത്തിലുള്ള മണ്ണാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമെന്ന് നമുക്ക് നോക്കാം. നല്ല ഡ്രെയിനേജുള്ള പോഷക സമ്പന്നമായ മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. പിറ്റ്മോസ്, പെർലൈറ്റ് എന്നിവ ചേർന്ന മിശ്രിതം ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ്. വെള്ളം നൽകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മിതമായ രീതിയിൽ എല്ലാ ദിവസവും വെള്ളം നൽകുന്നത് നല്ലതാണ്. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാൻ ഇടവരരുത്. എന്തുകൊണ്ടെന്നാൽ തണ്ടുകൾ ചീഞ്ഞു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് താപനിലയിലാണ് ഈ ചെടിക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമെന്ന് നമുക്ക് നോക്കാം. അതിശൈത്യം പാടില്ലാത്തതും എന്നാൽ 18 ഡിഗ്രി മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള താപനിലയുമാണ് ഈ ചെടിക്കുള്ളത്. എന്നാൽ ചൂടുള്ള കാലാവസ്ഥയിൽ മിതമായ ഈർപ്പം ഇഷ്ടമുള്ള ഒരു ചെടി കൂടിയാണിത്. ഏതൊക്കെ വളങ്ങളാണ് ഈ ചെടിക്ക് നൽകേണ്ടതെന്ന് നമുക്ക് നോക്കാം. മിതമായ അളവിൽ മാസത്തിൽ ഒരു ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. വളങ്ങൾ സ്പ്രേ ചെയ്ത് നൽകുകയാണെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് തന്നെ വളങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കും. ഫിലോഡെൻഡ്രോൺ നടുന്ന സമയത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും അല്പം മണലും ചേർത്തുള്ള മിശ്രിതം ചേർക്കുകയാണെങ്കിൽ ഇത് വളരെ മനോഹരമായി വളരുന്ന ഒരു ചെടിയാണിത്. നല്ല രീതിയിലുള്ള വളപ്രയോഗമുണ്ടെങ്കിൽ മാത്രമേ ഇലകളുടെ സ്വാഭാവികമായിട്ടുള്ള മഞ്ഞയും പച്ചയും കലർ ഭംഗി കൈവരുകയുള്ളൂ. കൂടുതൽ വെയിലടിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫിലോഡെൻഡ്രോണിൻ്റെ ഇലകളിൽ പൊടിപടലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കളയുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് നൽകുന്നത് നല്ലതാണ്. ആവശ്യമില്ലാത്ത പൊടികളൊക്കെ തന്നെ ഈ സ്പ്രേയിലൂടെ പോകാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തുടച്ചു നൽകുന്നതാണ് നല്ലത്. നല്ല രീതിയിൽ തന്നെ വളരെ പതുക്കെ തുടച്ചു നൽകണം. ഇലയുടെ ഭംഗി വർദ്ധിക്കുന്നത് അപ്പോഴാണ്. ഈ ചെടിയുടെ അടിഭാഗത്ത് എപ്പോഴും ഈർപ്പം ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ ചെടി നടുന്നതിനായി മണ്ണ് ഒരുക്കേണ്ടതുണ്ട്. ചാണകപ്പൊടി, എല്ലുപൊടി, മണൽ എന്നിവ സമാസമം ചേർത്ത് ആ മിശ്രിതത്തിലേക്കാണ് ഈ ചെടി നട്ടുകൊടുക്കേണ്ടത്. ഈ ചെടി നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ചെടിച്ചട്ടി എടുക്കുക. ചെറിയ ഒരു കുഴി എടുക്കുക. ഇതിലേക്കാണ് നമുക്ക് നടാനുള്ള ചെടി എടുക്കേണ്ടത്. ഒരു ചെറിയ തൈയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ വേര്. ഇതിനെ നമുക്ക് നല്ല രീതിയിൽ നടാമെന്ന് നോക്കാം. വേരടക്കമുള്ള ചെടിയെ നടാൻ ഉദ്ദേശിക്കുന്ന ചെടിച്ചട്ടിയിലേക്ക് വെക്കുക. പതുക്കെ വെച്ചാൽ മതിയാകും. മണ്ണ് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ മണ്ണ് ചുറ്റുഭാഗത്തും
ഇട്ട് നല്ല രീതിയിൽ അമർത്തുക. നട്ട് കഴിഞ്ഞ് ഒരാഴ്ചയോളം നല്ല തണലുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. കാരണം ഈർപ്പം എപ്പോഴും ഇതിനുണ്ടായിരിക്കേണ്ടതാണ്. ഇതിൻ്റെ ഈർപ്പം നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും വെള്ളം സ്പ്രേ ചെയ്ത് നൽകുന്നത് നന്നായിരിക്കും. ഇതേപോലെ നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് നൽകുക. ഇനി ഈ ചെടിയെ തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. ഭംഗി കൈവരുകയുള്ളൂ. ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈം എന്ന ഈ ചെടിയെക്കുറിച്ചുള്ള വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ചെടികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ചെടികൾ ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഫോർ വാച്ചിങ്.